വെടിനിർത്തൽ ഇടവേളയെ ഇറാൻ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ചു എന്നുള്ളൊരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ അവസരത്തിലൂടെ കൂടുതൽ ശക്തമായി തന്നെ തിരിച്ചടിക്കാനുള്ള ഒരു ശേഷി വികസിപ്പിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. മിസൈൽ നിർമ്മാണത്തിലൂടെ കൃത്യത വർദ്ധിപ്പിച്ച് രഹസ്യാന്വേഷണം നടത്തി സായുധ സംഘങ്ങളുമായിട്ടുള്ള സഹകരണം വിപുലീകരിച്ചുകൊണ്ട് ഇറാൻ പുതിയൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അമേരിക്കയും ഇസ്രയേലും വീണ്ടും ആക്രമണം നടത്തി കഴിഞ്ഞാൽ അതിശക്തമായ തിരിച്ചടി നൽകാൻ ഇറാൻ തയ്യാറെടുത്ത് കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകളിലൂടെ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തെ താരതമ്യേന കുറഞ്ഞ പോരാട്ട സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ഇടവേളകളൊക്കെ തന്നെ കൂടുതൽ പ്രൊഡക്റ്റീവായി മാറ്റി ഇറാൻ സൈനിക ശേഷി വർദ്ധിപ്പിച്ചുവെന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിലെയും അറബ് രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. മിസൈൽ നിർമ്മാണം, മിസൈലുകളുടെ കൃത്യത വർദ്ധിപ്പിച്ച്, രഹസ്യാന്വേഷണ ശേഷി വർദ്ധിപ്പിച്ച്, സൈനിക സംവിധാനങ്ങൾ പുനഃസംഘടന നടത്തി, അങ്ങനെ പല മേഖലകളിലായി ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി പ്രധാനമായിട്ടുള്ളത് IRGCയുടെ നിയന്ത്രണം സൈനിക സംവിധാനങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുത്തി അയൽ രാജ്യങ്ങളെ സായുധ സംഘങ്ങളുമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിച്ച് ഇറാന്റെ ഒരു പുതുതന്ത്രം ഇവിടെ ആവിഷ്കരിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് കരുതുന്നത്. ഇറാഖ്, യമൻ, ലെബനൻ എന്നിവിടങ്ങളിലെ സായുധ സംഘങ്ങളുമായി ഇറാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി കഴിഞ്ഞുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മേഖലയിലെ അമേരിക്കയുടെ നീക്കവും ഏറെ നിർണായകമായിട്ടുള്ളത് തന്നെയാണ്. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ജനവാസ മേഖലയിൽ അമേരിക്കൻ നാവിക സാന്നിധ്യം ശക്തിപ്പെടുത്തി എന്നാണ് റിപ്പോർട്ടുകളിലൂടെ പറയുന്നത്. ഇറാനെതിരായിട്ടുള്ള സാമ്പത്തിക സമ്മർദ്ദം തുടരുന്നതിനൊപ്പം തന്നെ ഭാവിയിലെ സൈനിക നടപടികൾക്കുള്ള തയ്യാറെടുപ്പും അമേരിക്ക ഇതോടൊപ്പം തന്നെ നടത്തി പോരുന്നുണ്ട്. ഇറാൻ ഇത്തരത്തിലൊരു സംശയം പങ്കുവെക്കുന്നു ഈ സാഹചര്യത്തിൽ. ഇതിനിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി പുതിയൊരു ധാരണയ്ക്കുള്ള സാധ്യത തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇറാൻ കീഴടങ്ങണമെന്ന നിലപാട് ആവർത്തിച്ച് പറയുകയാണ് ട്രംപ്. ഇറാന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. വീണ്ടും അമേരിക്കൻ സൈനിക ആക്രമണം ഉണ്ടായാൽ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ, കടൽപാതകൾ, ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് ഭീഷണി ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യവും ഈ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കി തീർക്കുന്നുണ്ട്. എന്നാൽ കുവൈത്തിലേക്ക് കരയാക്രമണം നടത്താനുള്ള ഇറാന്റെ പദ്ധതി പോലുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളിൽ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന് മാത്രമാണ്: വെടിനിർത്തൽ ഒരു യഥാർത്ഥ സമാധാനത്തിലേക്കുള്ള വഴിയാണോ, അതോ അടുത്ത ഘട്ട യുദ്ധത്തിനുള്ള ഇടവേള മാത്രമോ? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.